സംസ്ഥാനത്തെ ദേശീയപാതയുടെ വീതി 45 മീറ്ററാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ വീണ്ടും കുടിയിറക്ക ഭീഷണിയിൽ. ദേശീയപാത 30 മീറ്ററാക്കുന്നതിനായി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി വിട്ടുകൊടുത്ത ഇവിടുത്തെ ജനങ്ങൾ ലഭിച്ച തുച്ഛമായ നഷ്ടപരിഹാര തുക കൊണ്ട് പുതിയ വീടുകൾ ഒരുക്കിയപ്പോഴാണ് വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി സർക്കാർ എത്തിയിരിക്കുന്നത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബി സമുദായക്കാർ ഉൾപ്പെടെ 100 കണക്കിന് ജനങ്ങളാണ് ഇത്തരത്തിൽ ആശങ്കയിലായിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വെടിവെച്ച് കൊന്നാലും ഈ സ്ഥലത്ത് നിങ്ങൾ മാറിക്കൊടുക്കാൻ തയ്യാറില്ല, സ്ഥലമോട്ട് കൊടുക്കാനും തയ്യാറില്ല. കൊടുത്തോളത്തോളമൊക്കെ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾക്കറിയാം. ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള 24 കിലോമീറ്ററിൽ ദേശീയപാതയ്ക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്തപ്പോൾ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരുടെ പ്രതിനിധിയാണിത്. 40 വർഷം മുമ്പ് ഇവർ വിട്ടുകൊടുത്ത ഭൂമിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ദേശീയപാത പോയിട്ട് ഒരു നാട്ടുവഴി പോലും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി പോകാൻ ഒരു ഇടമൊന്നുമില്ല. അപ്പം അതിനുള്ളത് ഇനി എടുക്കണമെങ്കിൽ തന്നെ സ്ഥലവും വീടും തന്നെ. 1972 മുതൽ 2002 വരെ 3 ഘട്ടങ്ങളിലായാണ് സർക്കാർ ഇവിടെ ഭൂമി ഏറ്റെടുത്തത്. ഇതിനായി നൽകിയതാകട്ടെ തുച്ഛമായ തുകയും. കിട്ടുന്ന പൈസ തന്നെ തികയിട്ടത്. കഴിഞ്ഞ തവണ കിട്ടിയത് തന്നെ 3 തവണയായിട്ടാണ് കിട്ടിയത്. അത് ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ട് തന്നെ കിട്ടിയത്. 25,000 കണ്ടോ അത്ര കിട്ടിയിട്ടുള്ളൂ. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബി സമുദായക്കാരാണ് ഈ മേഖലയിൽ അധികവും. തുച്ഛമായ വരുമാനം മാത്രമുള്ള ഇവരുടെ ഭൂമിയിലേക്കാണ് സർക്കാർ വീണ്ടും കടന്നു കയറാൻ ഒരുങ്ങുന്നത്. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, കൊച്ചി.